വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരണം ഭക്തിസാന്ദ്രം. മരണത്തിരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ വടക്കേ കപ്പേളയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ദിവ്യബലി, കപ്പേളയിലേക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു. ബുധനാഴ്ച രാവിലെ 10:30 നേർച്ച സദ്യ ആരംഭിച്ചു. മുട്ടമ്പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി ആശീർവാദ കർമ്മം നിർവഹിച്ചു. അങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ ആശീർവദിക്കണമേ. ഇവ ഞങ്ങളുടെ ആധ്യാത്മികവും ശാരീരികമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകട്ടെ. അങ്ങയുടെ ദാനങ്ങളെ പ്രതി നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശപ്പടക്കുവാൻ കഴിവില്ലാതെ വലയുന്ന ഞങ്ങളുടെ സഹോദരിൽ അങ്ങ് കനിയണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഔദാര്യം ഞങ്ങളിൽ ചെയ്യണമേ. ആയിരക്കണക്കിന് വിശ്വാസികളാണ് നേർച്ച സദ്യയിൽ പങ്കെടുത്തത്. വൈകിട്ട് ആഘോഷമായ തിരുനാൾ ദിവ്യബലി ഫാദർ തോമസ് ചില്ലയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് റോജിൻ ചാവലേക്കാട്ട് പ്രസംഗിച്ചു. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം. ഫാദർ ബോണി കട്ടയ്ക്കകത്തൂട്ട്, ഫാദർ ജോസ് പാലത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ അണിനിരന്നു. മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ നേർച്ച സദ്യ ഇപ്പോൾ ഇന്ന് രാവിലെ വെഞ്ചരിക്കുകയും അത് ആദ്യത്തെ ഊണ് ഒരു കുടുംബത്തിന് നൽകിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഭക്ഷണത്തിനായിട്ട് ആളുകൾ കുറേയുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് ഇന്ന് രാവിലെ ഈ സമയം മുതൽ വൈകുന്നേരം 3:30 വരെ ഇത് ഭക്ഷണം ആളുകൾക്ക് കൊടുക്കും. ഏതാണ്ട് 5000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. ഈ വർഷം പ്രത്യേകമായിട്ട് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് വലിയ ഉയരത്തിലുള്ളൊരു പന്തൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.